ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ആര്യ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഹരിയേട്ടൻ്റെ വീട്ടിൽ രാവിലത്തെ കുറച്ച് വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ ആമി രാവിലെ തന്നെ എഴുന്നേറ്റ് പോരും. ആൾക്ക് അങ്ങനെ ഉറക്കമൊന്നുമില്ല ഇപ്പം. അങ്ങനെ ഞാനും അമ്മയും കൂടി രാവിലെ എഴുന്നേറ്റ് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ ഫ്രണ്ടിൽ ഞാറുള്ളത് കാരണം നല്ല രസമാണ് കാണാനായിട്ട്. രാവിലെ തന്നെ ഒരു പച്ചപ്പും ഒരു സൺസെറ്റൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഏട്ടത് എനിക്ക് ചായ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ മിറർ നോക്കി ചായ കുടിക്കുകയാണ് ഗൈസ്. മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഉറക്കത്തിന് എണീറ്റുള്ളതാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ രാവിലത്തേക്കുള്ള പണിയിലാണ് ഇപ്പം. ഏട്ടത്തി അമ്മയും കൂടെ അടുക്കളയിൽ നല്ല പണിയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി സെറ്റാക്കാണ് അവർ. പിന്നെ ഞാൻ വീട്ടിൽ പണിയൊന്നും എടുക്കുന്നില്ലേ, അവരാണല്ലോ പണിയൊക്കെ ചെയ്യുന്നത്, ഞാൻ വീഡിയോ എടുത്ത് നടക്കുകയാണല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ വേണ്ട. കാരണം വേറെ നല്ല ഈ കൈ ഇരിക്കുന്ന ആളെ മേച്ചടക്കാൻ നല്ല പണിയാണ്. അവർക്ക് രണ്ടുപേർക്ക് നിന്ന് പണിയെടുത്താൽ മതി. പക്ഷെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം വേറെ നല്ല കുടു നല്ല ഉറക്കമാണ്. ഇവൾ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആമി പോയി കുടുവിനെ എണീപ്പിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുക്കള വശത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലത്തെ വ്യൂ. ഇതാണ് കടലേ, നല്ല രസമാണ് കാണാനായിട്ട്. കാരണം വേറൊന്നുമല്ല, രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. നാട്ടുപ്രദേശമായതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ അമ്പലമുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ക്ലിപ്പിൽ കേട്ടിട്ടുണ്ടാവും, അമ്പലമുണ്ട്. അവിടുന്ന് രാവിലെ തന്നെ റെക്കോർഡ് ഇടും. ആ അമ്പലത്തിലെ പാട്ടും ആ ഒരു സൺസെറ്റും അത് ഒരു നല്ല വൈബ് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ അകത്ത് നിന്നിട്ട് അതും ഇതൊക്കെ വാരി വലിച്ചിടുന്ന കാരണം ആമീനെയും കൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോഴേക്കും കാത്തൂനെ അമ്മ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആമയുടെ കാത്തുപൂച്ചയാണ് കേട്ടോ ഇത്. ആമയുടെ സ്വന്തം കാത്തുപൂച്ചയാണേ. അപ്പോൾ ആമീനെ പൂച്ചനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകെ കുറച്ച് കടന്നു. ഭയങ്കര പേടിയാണ് കേട്ടോ ആൾക്ക്. അത് വിളിച്ചിട്ട് അവൾ ഭയങ്കര കുറുമ്പിയാണ്. അവൾ നമ്മുടെ കാലിലോട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ അള്ളി പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ പിന്നെ കുറച്ച് നേരം പൂച്ചയുടെ കൂടെ ഞങ്ങൾ നടന്നിട്ട് പിന്നെ ഞങ്ങളകത്ത് വന്നു. താഴത്ത് തന്നെയാണ് ഇസേനെ കെട്ടിയിട്ടുള്ളത്. ഇസേൻ കാത്തും നല്ല കൂട്ടാണ്. ഇസ നേരത്തെ ഒറ്റ പൂച്ചനെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റത്തില്ലായിരുന്നു. ചെറിയൊരു വഴി കൂടി പോയാൽ കൂടി അവൾ ഭയങ്കര കുരയായിരുന്നു കേട്ടോ. പക്ഷെ കാത്തു വന്നതിന് ശേഷം അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവർ രണ്ടുപേരും നല്ല കൂട്ടാണ്. ആമയുടെ സ്നേഹത്തോടെയുള്ള വിളി ഞാൻ കേൾപ്പിച്ചു തരാവേ. കേട്ടില്ലേ? കാത്തു വന്നതിന് ശേഷം ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൾ കാത്തുൻ്റെ പുറകെ തന്നെയാണ് എപ്പോഴും. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിലെ പൂച്ച ഉണ്ടായിരുന്നു സുനു. ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ലേ, അവളുടെ കുഞ്ഞാണ്, അവൾ പ്രസവിച്ച അവളുടെ കുഞ്ഞാണിത്. അപ്പോൾ ആൾ ഭയങ്കര കുറുമ്പിയാണ്. ആമ്പൂച്ചയാണെന്ന് തോന്നുന്നത്. അവൾ കാത്തൂന്ന് പേരിട്ട് വിളിക്കുന്നതാണ്. കൊണ്ടുവന്നപ്പോൾ തൊട്ട് തന്നെ കാത്തൂന്നാണ് വിളിക്കുന്നത്. കാരണം മറ്റേ കാത്തൂൻ്റെ ആ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, അത് ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ആ പേരിട്ട് ആൾ വിളിക്കുന്നത്. ഭയങ്കര ഇതാണ്. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴേ നമ്മുടെ മേത്തോട്ടൊന്ന് ചാടിക്കയറും. ഭയങ്കര കുറുമ്പ് പിടിച്ചൊരു സാധനം അത്. ആമി ഇസ എവിടെയാടി? ആമി ഇസ എവിടെയാടി? ആമിയെ കാത്ത് വന്നോളൂ, ഒന്ന് വാ എടി. കാത്ത് വരുവടി, വാ കേറടി എടി. അങ്ങനെ താഴത്ത് നിന്നിട്ട് ആൾ ഭയങ്കര അലമ്പ് കാണിക്കുന്നു. കാരണം അവളാണെങ്കിൽ ഭയങ്കര കുറുമ്പിയായത് കാരണം അവൾ മാന്താനും കടിക്കാനൊക്കെ വരുന്നുണ്ട്. ഇയാളത് സമ്മതിക്കും. ഇയാൾ അവളെ പിടിക്കാനും വാലെ പിടിക്കാനൊക്കെ ചെല്ലുന്നു. അത് കാരണം ഞാൻ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണം. പക്ഷെ ആൾ വരുന്നില്ല. കാത്തൂനും കൊണ്ട് ആളെ മേളിലേക്ക് വരത്തുള്ളൂ. അവിടെ സത്യാഗ്രഹമായി സ്റ്റെപ്പേ ഇരിക്കുകയാണ്. പിന്നെ അതിലെ കൂടെയൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേളിലേക്ക് കൊണ്ടു കേട്ടോ. ഞാൻ പറഞ്ഞു ആമി നമുക്ക് മേളിൽ പോയി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേളിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ മിക്കപ്പോഴും നേരത്തെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിങ്ങനെ മേളിൽ വന്നിരിക്കുമായിരുന്നു. വെയിൽ കൊള്ളണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളിൽ വന്ന് ഇരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഒരു ഇളം വെയിലൊക്കെ കൊണ്ടിട്ട് ഇതേപോലെ ടെറസിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് ഗൈസ്. നമുക്കത് ആസ്വദിക്കാൻ കഴിയണം, എങ്കിലും നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു ആറാണ്. അവിടെയാണ് പിന്നെ ഹരിയേട്ടൻ ബോട്ടൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ആറ്, ഫ്രണ്ടിൽ പാടം, അതിൻ്റെ ഫ്രണ്ടിലും ആറാണ്. അപ്പോൾ രാവിലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ആയാലും മഞ്ഞുണ്ട്. അപ്പോൾ ചെറിയൊരു മങ്ങൽ പോലെ കാണുന്നില്ല, മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനോട് വളമിട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. പിന്നെ
ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ അമ്മയും കൂടി കുറച്ച് അങ്ങോട്ടൊക്കെ വീഡിയോ എടുത്തു. സാധനമൊക്കെ മറിച്ചിട്ടാണ് ഗൈസ്. ഒരു രക്ഷയില്ല ഇവളെ കൊണ്ട്. അകത്തും പുറത്തും എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാട്. അങ്ങനെ അവിടെയൊക്കെ അലച്ച് വീണ് ഞാൻ ലാസ്റ്റ് പിറക്കി എടുത്തതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിലെ ഫ്രണ്ടിലെ പാടത്തിന് മുമ്പും എന്താ പറയുന്നത്, അതിൻ്റെ ഫ്രണ്ടിലും ആറാണെന്ന്. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, അതാണ് നമ്മളവിടെയാണ് ഗവൺമെൻറ് ബോട്ട് വന്നിട്ട് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.